സീഡ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് തനിക്കോ മന്ത്രിക്കോ ഒരു ബന്ധവുമില്ലെന്നാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ സ്റ്റാഫ് പ്രേംകുമാർ പറയുന്നത്. പാതി വിലയുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനവും തൻ്റെ വീട്ടിൽ നടന്നിട്ടില്ല. അനന്തകൃഷ്ണനെയും ആനന്ദകുമാറിനെയും വാർത്തകളുടെ ഭാഗമായി മാത്രമേ തനിക്കറിയൂ എന്നും പ്രേംകുമാർ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ആ വാക്കുകളിൽ കൂടി കേൾക്കാം. വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി പ്രേംകുമാറിനും പാതിവില തട്ടിപ്പിൽ പങ്കുണ്ടെന്ന ആരോപണമാണ് കോൺഗ്രസ് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. മന്ത്രിയുടെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി പ്രേംകുമാർ നമ്മോടൊപ്പം ചേരുന്നു. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? കുറേ മാസങ്ങൾക്ക് മുമ്പ് ഒരു NGO രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞ് അവിടുത്തെ പഞ്ചായത്തിൻ്റെ മെമ്പറും ഞങ്ങളുടെ പാർട്ടിയുടെ അംഗമായിട്ടുള്ള ആളും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ജില്ലാ കോർഡിനേറ്റർ പത്മകുമാർ പറയുന്ന ആളും വന്ന് സമീപിച്ചു. രജിസ്ട്രേഷൻ എന്താണ് NGO എന്നുള്ളത് അറിയില്ല. എന്തെങ്കിലും CSR ഫണ്ടോ മറ്റോ കിട്ടുകയാണെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന വിധത്തിൽ ഒരു സൊസൈറ്റി രൂപീകരിക്കണം. അപ്പോൾ സൊസൈറ്റി രൂപീകരിക്കാൻ ചിറ്റൂർ മേഖലയിലെ ഒരു അഡ്രസ്സ് നമുക്കൊരു ഓഫീസ് തുടങ്ങാനുള്ള സംവിധാനമൊന്നുമില്ല. അപ്പോൾ ഒരു അഡ്രസ്സ് കൊടുക്കാൻ തങ്ങളുടെ വീടോ മറ്റോ അഡ്രസ്സ് കൊടുത്തോട്ടെ ചോദിച്ചപ്പോൾ ഞാനത് കൊടുക്കാൻ പറഞ്ഞു. കൊടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞ് അവർ പറഞ്ഞു ഈ രജിസ്ട്രേഷന് ഇത് അഡ്രസ്സ് കൊടുത്തെങ്കിലും നിങ്ങൾക്ക് ഇതുമായിട്ട് എഗ്രിമെൻറ്റോ മറ്റോ വെക്കണമെങ്കിൽ ഇത് കൊമേഴ്സ്യൽ ബിൽഡിംഗ് ആണെങ്കിൽ മാത്രമേ പറ്റൂ, റെസിഡൻഷ്യൽ ബിൽഡിങ്ങിന് അത് പറ്റില്ല എന്ന് പറഞ്ഞ് അതോടുകൂടെ അവസാനിപ്പിച്ചതാണ്. അപ്പോൾ എൻ്റെ ഒരു അഡ്രസ്സ് ആദ്യം കൊടുത്തു എന്നുള്ള നിലയ്ക്ക് ഇതിൽ എനിക്കെന്തോ പങ്കുണ്ടെന്നുള്ളത് നമ്മളിപ്പോൾ ഒരാൾ വാടകയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ തരുമെന്ന് പറഞ്ഞപ്പോൾ അവരെന്ത് ചെയ്യുന്നു എന്നുള്ളത് നമുക്കറിയില്ല. മാത്രമല്ല ഇതൊരു NGO രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള ഒരു വീടാണ്. ആ വീട് കൊടുത്ത് അവർ വന്നിട്ടുമില്ല, ഓഫീസ് തുടങ്ങുകയും അവരെ കയറി കാണുക പോലും ചെയ്തിട്ടില്ല. ഒരു അഡ്രസ്സ് മാത്രമേ നമുക്ക് അതിൽ കൊടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഇത് അവരുടെ ജില്ലാ കോർഡിനേറ്റർ ഇവർ ആരെയൊക്കെ സമീപിച്ചപ്പം നമ്മുടെ ഈ മെമ്പർ അവിടുത്തെ ജില്ലാ ബ്ലോക്കിൻ്റെ കോർഡിനേറ്റർ എന്ന് പറയുന്ന പ്രീതി രാജനും എൻ്റെ വൈഫിൻ്റെ സുഹൃത്തുമാണ് അവർ പഞ്ചായത്ത് മെമ്പറാണ്. അപ്പം ഞങ്ങൾക്കൊരു ഓഫീസ് പാർട്ടിയുടെ ആളാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ഒരു അഡ്രസ്സ് വേണമെന്ന് പറഞ്ഞപ്പം തൽക്കാലം എൻ്റെ അഡ്രസ്സ് കൊടുത്തോളൂ. അല്ലാതെ എനിക്കിതിനെക്കുറിച്ച് യാതൊരു എന്താണെന്നുള്ളത് തന്നെ അറിയില്ല. ഈ സീഡ് എന്താണെന്നുള്ളതോ സീഡ് പേര് പോലും അറിയില്ല. ഒരു NGO രജിസ്റ്റർ ചെയ്യണം എന്ന് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ. ശരിയെന്ന് പറഞ്ഞാൽ എൻ്റെ അഡ്രസ്സ് വെച്ചു എന്നുള്ളത് ഞാൻ എഗ്രിമെൻറ്റ് ഒപ്പിട്ട് കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ അവരിത് വരെ ഓഫീസ് തുടങ്ങുക, അതിനകത്ത് കയറി ആ ഗേറ്റിൽ പോലും വരാത്ത ആൾ കണ്ടിട്ട് പോലും ഇല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നെ ഇവർ പാർട്ടി ഓഫീസിൻ്റെ പ്രദേശത്തോ ആ പരിസരത്തോ അവിടെ വന്ന് അതെല്ലാം മന്ത്രിയുടെ ഓഫീസ് എന്ന് പറഞ്ഞ് വെറുതെ പറയുന്നതല്ല. അത് മന്ത്രി ഓഫീസുമായിട്ടോ മന്ത്രിക്കോ എനിക്കോ ഞങ്ങൾക്കോ ഇത് മന്ത്രിക്ക് അറിയുക പോലും ചെയ്തില്ല. ഈ അനന്തകൃഷ്ണൻ തട്ടിപ്പൊക്കെ പുറത്ത് വന്ന സമയത്ത് അറിയുന്നത് അനന്തകൃഷ്ണൻ എന്താണ് അനന്തകുമാർ എന്താണെന്നുള്ളത് ഞാനിപ്പോൾ ഒരാഴ്ചയായിട്ടാണ് ഈ പേരുകളെന്നെ കേൾക്കുന്നുള്ളൂ. നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത ആ പേര്. ആളുകളുടെ ഭാഗത്ത് പരാതികളോലും ഇല്ല ആരും പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു പരാതി പറഞ്ഞിട്ടില്ല. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ചെയ്യാൻ പാതി വില കിട്ടുന്നു പറഞ്ഞപ്പോൾ തന്നെ ഇപ്പോൾ ആലത്തൂർ, പാലക്കാട് ഇവിടെയൊക്കെ കൊടുത്തു. അതുപോലെ തന്നെ ഇവിടെ സംസ്ഥാന തലത്തിന് ഉദ്ഘാടനം കഴിഞ്ഞപ്പം ആളുകൾക്ക് ഭയങ്കര എന്തോ ഒരു വിശ്വാസം വന്നു. പിന്നെ അവിടെയും ഇവർ 1-2 പേർക്ക് എന്തൊക്കെ കൊടുത്തിട്ടുണ്ട് തോന്നുന്നു. 1-2 ടേമായിട്ട് എന്തോ കൊടുത്തിട്ടുണ്ട്, കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പിലോ കൊടുത്തിട്ടുണ്ട്. ഇല്ലില്ല, ഓഫീസായിട്ട് ബന്ധമില്ല. അപ്പോൾ ഇവർ പറഞ്ഞപ്പോൾ ആളുകൾ മൊത്തമായിട്ട് വരുമ്പോൾ ഈ ഇത് ഫില്ല് ചെയ്യാനും പൈസ അടയ്ക്കാനുള്ള പെയിൻ സ്ലിപ്പ് പറയുന്ന സംവിധാനം അതെന്തോ ഇവർ ഫില്ല് ചെയ്ത് കൊടുക്കുക എന്തോ ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ പറഞ്ഞപ്പോൾ അറിയുന്നത്. അത് നമ്മൾ അറിയുന്നില്ല, നമ്മളവിടെ ഇല്ല, സ്ഥലത്തില്ല. അല്ലാതെ എൻ്റെ വീടുമായിട്ടോ എൻ്റെ ഓഫീസുമായിട്ടോ എൻ്റെ വകുപ്പുമായിട്ട് പറഞ്ഞ ഒരു ബന്ധവും ഇതുമായിട്ട് ഇല്ല. നമ്മളിപ്പോൾ ഒരാളൊരു വേണമെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അഡ്രസ്സ് വെച്ച് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് മുഴുവൻ കുറ്റവാളിയാണെന്ന് ഒരു കേൾക്കാൻ അത് രാഷ്ട്രീയ പ്രയത്നം തന്നെ അല്ലേ, വേറെ ഒന്നും പിന്നെ ഇല്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. മന്ത്രിയുടെ മുന്നിൽ ഇതുമായി ബന്ധപ്പെട്ട വേറെ പരാതികൾ എന്തെങ്കിലും വന്നിട്ടുണ്ടായിരുന്നു? ഇല്ല അങ്ങനെ ഒരു പരാതിയൊന്നും വന്നിട്ടില്ല. ഈ ആക്ഷേപം വന്നതിന് ശേഷം ഇവർ ഈ മെമ്പറുമായി സംസാരിച്ചിരുന്നോ? ഇല്ല, മെമ്പർ ഞാൻ പിന്നെ അധികം കണ്ടിട്ടില്ല. മെമ്പർ ഒരിക്കൽ വിളിച്ചു, പക്ഷേ എനിക്ക് കിട്ടിയിട്ടില്ല സംസാരിക്കാൻ. എനിക്ക് അവരുടെ നമ്പർ ഞാൻ കോൺടാക്റ്റ് ഒന്നും ചെയ്യാറില്ല. മെമ്പർ അറിയുന്നല്ലാതെ ഞാൻ ഫോൺ ബന്ധമൊന്നും. അവരുടെ ഭർത്താവ് എൻ്റെ കോളേജ് പഠിക്കുമ്പോൾ പരിചയമുള്ളതെന്നല്ല. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഈ തട്ടിപ്പിൽ മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമേ പുറത്തേക്ക് വന്നിട്ടുള്ളൂ എന്ന സംശയം ജനിപ്പിക്കുന്ന രീതിയിലേക്കാണ് ആരോപണത്തിന്റെ നിഴലുകൾ പോകുന്നത്.